അപ്പം ഇപ്പം ചരിത്രത്തിൽ ആദ്യമായിട്ട് പരാജയപ്പെട്ട ഒരു സിനിമയുടെ 3-ാം ഭാഗം. അപ്പം അതിലേക്ക് എത്തിക്കുമ്പം ഇപ്പോഴും പ്രേക്ഷകർ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ മാതിരി ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ്. അങ്ങനെ ഈ ഓഡിയൻസ് ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും പ്രഷർ തോന്നുന്നുണ്ടോ? ഇല്ല. എന്താണെന്ന് വെച്ചാൽ രണ്ടാമതൊരവസരം കിട്ടുമെന്ന് തന്നെ കരുതിയില്ല. അപ്പോൾ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ചെയ്യുമ്പോഴായിരുന്നു എനിക്ക് സമ്മർദ്ദം. അടുത്തുമായിരുന്നു പ്രഷർ കുക്കർ. അത് അത്രത്തോളം സമ്മർദ്ദപ്പെട്ടൊരു സിനിമ എൻ്റെ ചെയ്തിട്ടില്ല. കാരണം നമുക്കറിയില്ലല്ലോ, പരാജയപ്പെട്ട സിനിമയുടെ 2-ാം ഭാഗമായിരുന്നു. അപ്പോൾ ആട് 3-യെ സംബന്ധിച്ചിടത്തോളം വിജയിച്ച ഒരു സിനിമയുടെ 3-ാം ഭാഗമായിട്ടാണ്, അടുത്ത ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം സമ്മർദ്ദം ഉണ്ടെന്ന് വെച്ചാൽ ഇത്രയും വലിയ സിനിമ ചെയ്യുന്നതിൻ്റെ ഒബ്വിയസ്ലി സമ്മർദ്ദങ്ങളുണ്ട്. അതല്ലാതെ ആട് 2-ന് അനുഭവിച്ച അത്രയും സമ്മർദ്ദം ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഇല്ല. ഓക്കെ. അപ്പോൾ ഇതിൽ എവിടെയൊക്കെയോ നമ്മൾ കേട്ടു വൺ ലാസ്റ്റ് റൈഡ് എന്ന് നമ്മൾ കേട്ടു. അപ്പോൾ ഈ ഷാജി പാപ്പനെയും പിള്ളേരെയും ഇവിടെ വെച്ച് നിർത്താനായിട്ട് വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും വിഷമമുണ്ടാവും. പക്ഷെ നമുക്ക് എല്ലാ കാലവും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മുടെ പ്രിയപ്പെട്ട ക്യാരക്ടേഴ്സാണ്, നമ്മുടെ പോപ്പ് കൾച്ചറിലുള്ള ക്യാരക്ടേഴ്സാണ്. ബട്ട് അറ്റ് സം പോയിന്റ് യു ഹാവ് ടു ലെറ്റ് ദം ഗോ. അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമുക്ക് പറയാനുള്ളതൊക്കെ ഏകദേശം ഈ ലാസ്റ്റ് റൈഡോടുകൂടി ഈ ക്യാരക്ടേഴ്സിനെ വെച്ച് പറയാൻ എല്ലാ സാധ്യതകളും ഞാൻ പ്രയോജനപ്പെടുത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പിക് ഫാൻറ്റസിയിലേക്ക് തന്നെ അത്രയും വലിയൊരു ജോണറിലേക്ക് പോലും തിരിഞ്ഞത്. എല്ലാ സാധ്യതകളും നമ്മൾ ഹ്യൂമറിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു.